സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ താൽക്കാലിക ചെയർമാനായി നടൻ കഴക്കൂട്ടം പ്രേംകുമാർ ഇന്ന് ചുമതലയേൽക്കും. നിലവിൽ അക്കാദമി വൈസ് ചെയർമാനാണ് പ്രേംകുമാർ. ലൈംഗിക ആരോപണത്തെ തുടർന്ന് സംവിധായകൻ രഞ്ജിത്ത് ചെയർമാൻ സ്ഥാനം രാജിവെച്ചത് പ്രേക്ഷകർ ഓർമ്മിക്കുക. ഈ ഒഴിവിലാണ് ഇന്ന് പുതിയ നിയമനം. സലീം മാലിക് വിശദാംശങ്ങൾ നൽകും തലസ്ഥാന നഗരിയിൽ നിന്ന്. സലീം, വിവരങ്ങൾ. ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ 10:30 ചലച്ചിത്ര അക്കാദമിയുടെ ഓഫീസിലെത്തിയാകും പ്രേംകുമാർ ചുമതല ഏറ്റെടുക്കുക. കഴിഞ്ഞ ദിവസമാണ് സർക്കാർ പ്രേംകുമാറിനെ താൽക്കാലിക അധ്യക്ഷനായി തെരഞ്ഞെടുക്കുകയും ചെയ്തത്. ഈ രഞ്ജിത്ത് മാറിയ ഒഴിവിൽ ചലച്ചിത്ര അക്കാദമിയുടെ പ്രവർത്തനങ്ങളാകെ പ്രതിസന്ധിയിലായിരുന്നു. പ്രത്യേകിച്ചും സിനിമാ നയ രൂപീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ചർച്ചകൾ വളരെ വേഗത്തിൽ മുന്നോട്ട് പോകുമെന്ന് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് അക്കാദമി ചെയർമാനായിരുന്ന രഞ്ജിത്തിനെതിരെ ലൈംഗികാരോപണം വരുന്നത്. അതിന് തൊട്ടു പിന്നാലെ രഞ്ജിത്ത് രാജിവെക്കാൻ നിർബന്ധിതനായി. അതിനുശേഷം തലയില്ലാതെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഇങ്ങനെ പോവുകയായിരുന്നു ചലച്ചിത്ര അക്കാദമി. അതിനൊടുവിലാണ് പിന്നീട് പല പേരുകൾ ഉയർന്നു വരികയും ചെയ്തു. അത് ബീന പോളിൻ്റെയും ഷാജിയൻ കരുണിൻ്റെയും ഉൾപ്പെടെ പേരുകളാണ് ഉയർന്നു വന്നത്. രണ്ട് പേരുകൾക്കും വലിയ വിമർശനവും നേരിടേണ്ടി വന്നു. വലിയ എതിർപ്പ് രണ്ട് പേരുകളുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുകയും ചെയ്തു. അതിന് തൊട്ടു പിന്നാലെയാണ് തൽക്കാലം ഒരു സ്ഥിര നിയമനം വേണ്ട എന്ന തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയത്. അങ്ങനെയാണ് നിലവിലെ വൈസ് ചെയർമാനായ അക്കാദമി വൈസ് ചെയർമാനായ പ്രേംകുമാറിനെ താൽക്കാലിക ചെയർമാനായി നിയമിച്ചത്. 2 മാസത്തിനുള്ളിൽ സ്ഥിര നിയമനം ഉണ്ടാകും. അതിനുശേഷം ഈ ആരെയാണെന്ന് വെച്ചാൽ ഉചിതമെന്ന് വെച്ചാൽ ആ നിലയിലേക്ക് പരിഗണിക്കും എന്നുള്ളതാണ് സർക്കാർ അറിയിക്കുന്നത്. പ്രത്യേകിച്ചും അക്കാദമിയുടെ തലപ്പത്തേക്ക് ഒരു വനിത വരണം എന്നുള്ളൊരു ആവശ്യവും നിലനിൽക്കുന്നുണ്ട്. ആ ആവശ്യവും സർക്കാർ പരിഗണിക്കും. പക്ഷേ അത് അക്കാദമി ചെയർമാനായിട്ടാവുമോ എന്നുള്ള കാര്യത്തിലും സംശയമുണ്ട്. ഒരുപക്ഷെ വൈസ് ചെയർമാനായ വനിതയെ കൊണ്ടുവരാനുള്ള ആലോചന ഉൾപ്പെടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. നിലവിൽ എന്തായാലും പുതിയ അക്കാദമിയുടെ താൽക്കാലികമെങ്കിലും ചെയർമാൻ വരുന്നതോടെ സിനിമാ നയ രൂപീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ വേഗത്തിൽ മുന്നോട്ട് പോകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. നയരൂപീകരണ സമിതിയും ഇതുമായി ബന്ധപ്പെട്ട് ഏറെക്കാലമായി ചർച്ചകൾ നടത്തിയിട്ടില്ല, കൂടിച്ചേരലുകൾ നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നയരൂപീകരണ സമിതിയുടെ പുനഃസംഘടിപ്പിച്ചതിന് ശേഷം വീണ്ടും ചർച്ചകൾ തുടരുമോ അതോ അതിനു മുൻപ് തന്നെ നിലവിലെ സമിതി വെച്ച് തന്നെ ചർച്ചകൾ തുടരുമോ എന്നുള്ള കാര്യത്തിൽ ഉൾപ്പെടെ അക്കാദമി ചെയർമാനാകും തീരുമാനമെടുക്കുക. നവംബർ 24-ന് സിനിമാ കോൺക്ലേവ് നടത്തും എന്നുള്ളതായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത്. പക്ഷേ ആ തീയതിയിൽ നടക്കാനുള്ള സാധ്യതയും കുറവാണ്. എന്തായാലും അതൊക്കെ ഇനി പുതിയ ചെയർമാൻ്റെ തീരുമാനത്തിനനുസരിച്ച് ഇരിക്കുകയും ചെയ്യും. താങ്ക് യു, സലീം മാലിക്.